സുമേ നമ്മൾ എന്തിനാ ഇങ്ങനെ കഴിപ്പടം കെട്ടി കിടന്ന് പെമ്പിള്ളേരെ നെറിയും വാങ്ങിച്ച് ജോലിക്കും പോകൂല. വല്ല ജോലിക്ക് പോകണം നമുക്ക്. നിനക്ക് എന്നെ കണക്ക് എന്നല്ലടാ വിയർപ്പിൻ്റെ പ്രശ്നം ഉണ്ടല്ലേ. നമ്മൾ വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തണം. ആട്ടോറിക്ഷ ഓടിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആട്ടോറിക്ഷ ഓടിക്കാനാ ഒരു കുറച്ചിലുമില്ല. എൻ്റെ വീട്ടിലുള്ള എന്നിട്ട് ഈ കൈവറേൻ്റെ അസുഖമുണ്ട്. കൈ പറയില്ല, അതുകൊണ്ട് എനിക്ക് ജോലി എന്നെ കൊണ്ട് പറ്റൂല. വണ്ടി ഓടിക്കാൻ പറ്റൂല. വേറെ പുതിയ സംഭവമുണ്ട്. TVSൻ്റെ ഒരു പുതിയ വണ്ടി ലോഞ്ച് ആയിട്ടുണ്ട്. അതാകുമ്പോൾ ഇലക്ട്രിക്കാണ്, നമുക്ക് ആയാസമൊന്നുമില്ല. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഓടിക്കോളും. നമ്മളെ കണക്കുള്ളമാർക്ക് പറ്റിയ സാധനം. ആട്ടോറിക്ഷ ഇടിച്ച തട്ടിപ്പോളിയാ പെട്ടെന്ന്. ഇത് ഭയങ്കര ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണെന്നാണ് അറിഞ്ഞത്. ഇന്ന് ലോഞ്ചാണ് ലേമർഡിയനിൽ എറണാകുളത്ത്. ഈ വണ്ടിയുടെ സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത് 179 കിലോമീറ്ററാണ്. അതുപോലെ 6 ഇയേഴ്സ് ആണ് ഇതിന്റെ വാറണ്ടി വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ ആണ് വാറണ്ടി വരുന്നത്. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 9.2 kWh ആണ്. അതുപോലെ 9 യൂണിറ്റ് ഓൺലി റിക്വയർഡ് ആണ് ഇതിന്റെ ഗെറ്റ് ബാക്ക് ബാറ്ററി ഫുൾ ചാർജ് എന്ന് പറയുന്നത്. ചാർജിങ് ടൈം വരുന്നത് നമുക്ക് 80% ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, തിരുവനന്തപുരത്ത് കൺസെപ്റ്റ് മോട്ടോഴ്സ് ഇല്ലേ, പൊണ്ടേ ഉള്ളയാണ്, അവരാണ് ഇത് ഡീൽ ചെയ്യണത്. ഇന്ന് നമുക്ക് മെറിഡിയനിൽ പോയിട്ട് അവരെ കണ്ട് വണ്ടിക്ക് അഡ്വാൻസ് കൊടുത്താലാ? വാ, വെൽക്കം ടു കൺസെപ്റ്റ് EV ലോഞ്ച്. ഇത് ഞാൻ പറഞ്ഞില്ലേ TVSൻ്റെ. നമുക്കൊരു വണ്ടി വേണമായിരുന്നു. എന്താ എടുക്കാമല്ലോ? എഫിൽ നിൽക്കുമ്പോഴത്തേക്ക് വണ്ടി ഓണാവും. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ട എക്കോണമി മോഡെന്ന് കാണിക്കണല്ലേ, അപ്പോഴാണ് ഇത് റണ്ണിങ് കണ്ടീഷനാണ്. ഇത് കണ്ട പോണ പോക്ക് കണ്ട കൊള്ളാടാ, നല്ല സുഖം. ഇത് ഓടിക്കാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. സസ്പെൻഷൻ കൊള്ളാം.